ജിന്നുകളുടെ സൃഷ്ടിപ്പ് മനുഷ്യനിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. എന്നാൽ ജിന്നുകളെ അള്ളാഹു സൃഷ്ടിച്ചത് പുകയില്ലാത്ത അഗ്നിയിൽ നിന്നാണ്. ഇത് ഖുർആനിലെ 55-ാം അധ്യായമായ സൂറത്ത് അർ-റഹ്മാനിലെ 15-ാം സൂക്തത്തിൽ വിവരിക്കുന്നു. ജിന്നുകൾക്ക് വിവിധ രൂപങ്ങൾ സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. അതിൽ ഒന്ന് മനുഷ്യരൂപം സ്വീകരിക്കാൻ കഴിയും എന്നതാണ്. ഇതിന് ഏറ്റവും വലിയ തെളിവ് ബദർ യുദ്ധ സമയത്താണ്. ഖുറൈശികൾ ബദറിലേക്ക് പുറപ്പെടാൻ മടിച്ചു നിന്ന സമയത്ത് ബനു കിനാന ഗോത്രത്തലവനായ സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ രൂപത്തിൽ ജിന്നുവർഗത്തിൽപ്പെട്ട ഇബ്ലീസ് അവരുടെ അടുത്തെത്തി. നിങ്ങൾ ഭയപ്പെടേണ്ട എന്നും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് ഖുറൈശികളെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചു. എന്നാൽ യുദ്ധക്കളത്തിൽ അള്ളാഹുവിൻ്റെ സഹായിയായി വന്ന മലക്കുകൾ ഇറങ്ങുന്നത് കണ്ടപ്പോൾ അവൻ ഖുറൈശികളെ വിട്ട് ഓടി രക്ഷപ്പെട്ടു. ഈ സമയം ഖുറൈശികൾ അത്ഭുതപ്പെട്ടു. തങ്ങളുടെ ഗോത്രത്തലവൻ എന്തിനാണ് യുദ്ധക്കളം വിട്ടോടുന്നത് എന്നോർത്ത്. ഈ സംഭവം ഖുർആനിലെ 8-ാം അധ്യായമായ സൂറത്തു അൽ അൻഫാലിലെ 48-ാമത്തെ സൂക്തത്തിൽ വിവരിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രത്യേക കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ ഇബ്ലീസുകളും ജിന്നുകളാണ്. എന്നാൽ എല്ലാ ജിന്നുകളും ഇബ്ലീസ് അല്ല. ബദർ യുദ്ധത്തിൽ ജിന്ന് വർഗത്തിൽപ്പെട്ട ഇബ്ലീസ് സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ രൂപത്തിൽ വന്നതിനെക്കുറിച്ച് മറ്റൊരു പ്രബലമായ റിപ്പോർട്ടിൽ ഇമാം ബൈഹഖി തൻ്റെ ദലായിൽ അൽ നുബുവ എന്ന ഗ്രന്ഥത്തിൽ വിശദമായി വിവരിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ പറയുന്നത്, യുദ്ധം തുടങ്ങിയപ്പോൾ മുശ്രിക്കുകളുടെ പ്രമുഖനായ ഹാരിസ് ബിൻ ഹിഷാം സുറാഖത്തിൻ്റെ രൂപത്തിൽ വന്ന ഇബ്ലീസിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്നു. മലക്കുകളുടെ സൈന്യം ഇറങ്ങുന്നത് കണ്ടപ്പോൾ ജിന്നുവർഗത്തിൽപ്പെട്ട ഇബ്ലീസ് ഹാരിസിൻ്റെ നെഞ്ചിൽ ഒരു അടി കൊടുത്ത് തൻ്റെ കൈകൾ വേർതിരിച്ച് മാറ്റി ഓടാൻ തുടങ്ങി. ഈ സമയം ഹാരിസ് ചോദിച്ചു, സുറാഖേ, നീ എന്തിനാണ് എങ്ങോട്ടാ പോകുന്നത്? അപ്പോൾ ഇബ്ലീസ് ആ പ്രസിദ്ധമായ വാചകം പറഞ്ഞ്, തീർച്ചയായും നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. സുറാഖ, നീ എങ്ങോട്ടാണ് പോകുന്നത്? തീർച്ചയായും നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് നിങ്ങളുമായി ഒരു ബന്ധവുമില്ല. ഈ സംഭവത്തെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിലെ പ്രധാന ഭാഗങ്ങൾ ഇമാം ഇബ്നു കസീർ തൻ്റെ തഫ്സീറുകളിൽ ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. ഇനി യഥാർത്ഥത്തിൽ സുറാഖത്ത് ബിൻ മാലിക് ആരെന്ന് നമുക്ക് പരിചയപ്പെടാം. മക്കയിലെ പ്രമുഖ ഗോത്രമായ ബനു കിനാനയിലെ ഗോത്രത്തിലെ പ്രമുഖനാണ് സുറാഖത്ത് ബിൻ മാലിക്. കുതിര സവാരിക്കാരനും ശത്രുക്കളെ പിന്തുടർന്ന് ട്രാക്ക് ചെയ്യാനും അദ്ദേഹത്തിന് അതിവിദഗ്ധമായ കഴിവുണ്ടായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ അദ്ദേഹത്തെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 100 ഒട്ടകങ്ങളെ പ്രതിഫലമായി നൽകുമെന്ന് അന്ന് ഖുറൈശികൾ പ്രഖ്യാപിച്ചിരുന്നു. ഇത് കേട്ട പ്രവാചകനെ പിന്തുടർന്നു പോയ സുറാഖത്തിൻ്റെ കുതിരയുടെ കാലുകൾ മണ്ണിലേക്ക് താഴ്ന്നുപോയി. ഈ അത്ഭുതം കണ്ട അദ്ദേഹം തനിക്ക് മാപ്പ് തരണമെന്നും തന്നെ പോകാൻ അനുവദിക്കണമെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മാപ്പ് ചോദിച്ച് തിരിച്ചു പോവുകയായിരുന്നു. യഥാർത്ഥത്തിൽ ബദർ യുദ്ധ സമയത്ത് സുറാഖത്ത് ബിൻ മാലിക് ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുമില്ല. എന്നാൽ ആ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുക്കാതിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ വന്ന ഇബ്ലീസ് ഖുറൈശികൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പത്തിന് കാരണമാക്കി. യുദ്ധം കഴിഞ്ഞ് മക്കയിൽ തിരിച്ചെത്തിയ ഖുറൈശികൾ സുറാഖത്തിനെ കുറ്റപ്പെടുത്തിയപ്പോഴാണ് താൻ
അന്ന് ആ പ്രദേശത്തേക്ക് പോയിട്ടില്ലെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയത്. മനുഷ്യരൂപത്തിൽ വന്ന ജിന്നിൻ്റെ അഥവാ ശൈത്താൻ്റെ രണ്ടാമത്തെ കഥ ഇങ്ങനെയാണ്. റമദാൻ മാസത്തിലെ സക്കാത്ത് ധാന്യം കാവൽ നിൽക്കാൻ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. രാത്രിയിൽ വന്ന് ഒരാൾ ധാന്യം മോഷ്ടിക്കാൻ ശ്രമിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ പിടികൂടി. അപ്പോൾ താൻ പാവപ്പെട്ടവനാണെന്നും കുടുംബം പട്ടിണിയിലാണെന്നും പറഞ്ഞ് അയാൾ കരഞ്ഞപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ വെറുതെ വിട്ടയച്ചു. എന്നാൽ രണ്ടാം ദിവസവും മൂന്നാം ദിവസവും ഇത് അയാൾ ആവർത്തിച്ചു. ഒടുവിൽ മൂന്നാം രാത്രിയിൽ അയാളെ വിട്ടയക്കില്ലെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉറപ്പിച്ചു. ഒരു നിലക്കും രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ ആ ജിന്നുവർഗത്തിൽപ്പെട്ട ശൈത്താൻ ഒരു ഉപദേശം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അത് ഇങ്ങനെയാണ്: നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതുക. എങ്കിൽ പ്രഭാതം വരെ അള്ളാഹുവിൽ നിന്നുള്ള ഒരു കാവൽ നിനക്കുണ്ടാകും. ഒരു പിശാചിനും നിന്നെ സമീപിക്കാൻ കഴിയില്ല. പിന്നീട് ഇക്കാര്യം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: അവൻ വലിയ കള്ളനാണെങ്കിലും ഇപ്പോൾ നിന്നോട് പറഞ്ഞത് ഈ ഉപദേശം സത്യമാണെന്നും 3 രാത്രികളിൽ നിന്റെ അടുത്ത് വന്നത് ഒരു പിശാചാണെന്നും പറഞ്ഞു. ഇവിടെ അത് ഒരു ശൈത്താൻ അഥവാ പിശാചാണ് എന്നാണ് ഹദീസിൽ നേരിട്ട് ഉപയോഗിച്ച വാക്ക്. എന്നാൽ ഒരു കാര്യം ഇവിടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ശൈത്താൻ എന്നത് ജിന്ന് വർഗത്തിൽപ്പെട്ടവനാണ്. മനുഷ്യരൂപം സ്വീകരിച്ച് മോഷ്ടിക്കാൻ വന്നത് ഒരു ജിന്നായിരുന്നു എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. മനുഷ്യ ശരീരത്തിൽ രക്തം ഒഴുകുന്നിടത്തോളം കാലം പിശാച് അവനിൽ ഉണ്ട് എന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ കാണാം: ഈ 2 സംഭവങ്ങളിലും മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ജിന്ന് വർഗത്തിൽപ്പെട്ടവരാണ്. ഒന്ന് സാക്ഷാൽ ഇബ്ലീസ് നേരിട്ടാണെങ്കിൽ മറ്റൊന്ന് ശൈത്താനാണ്. മനുഷ്യരൂപം ധരിക്കാൻ ഇവർക്ക് കഴിയുമെങ്കിലും അള്ളാഹുവിൻ്റെ സഹായമുണ്ടെങ്കിൽ സത്യവിശ്വാസികൾക്ക് ഇവരെ പ്രതിരോധിക്കാൻ കഴിയുമെന്നത് ഈ ചരിത്ര സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു.